ഷോൺ ജോർജ് ഇന്നിപ്പോൾ വാരാന്ത്യ പതിപ്പ് ഇറങ്ങുന്ന വേളയിൽ ദേശാഭിമാനിയുടെ വാരാന്ത്യ പതിപ്പിനകത്ത് വി എസിനെ പറ്റിയുള്ള ഓർമ്മകളില്ല. അതായത് അദ്ദേഹം മരിച്ചിട്ട് മറ്റന്നാൾ 1 വർഷം തികയുന്ന വേളയിൽ പാർട്ടിയുടെ വാരിക ഇത്തരത്തിലൊരു പതിപ്പ് തയ്യാറാക്കി വെച്ചതാണ്. പക്ഷേ ഇന്നിപ്പോൾ ഇറങ്ങിയ വേളയിൽ അതില്ല. അത് വെട്ടിനിരത്തിയതുമായി ബന്ധപ്പെട്ട് ചില സാങ്കേതിക കാരണങ്ങൾ എന്നാണ് ഇപ്പോൾ പറയുന്നത്. താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്? എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊപ്പം ഇല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിയന്ത്രിക്കുന്നതിൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരില്ല. ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, എത്രയോ മുൻ മാതൃകകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് പരാജയം, അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഒരാളിലാണ് എന്ന് പൊതുസമൂഹം മുഴുവൻ വിലയിരുത്തും, പാർട്ടിയുടെ മുഴുവൻ ആളുകളും വിലയിരുത്തിയിട്ടും അയാൾ അത് അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, അയാൾ വീണ്ടും ആ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് എത്തിയ ഒരു കാലഘട്ടം. CPM-ൽ മൂല്യച്യുതി, ബാക്കി മറ്റു കാര്യങ്ങൾക്ക് മാറ്റിയത് CPM-ന്റെ കാലത്ത് 1964 മുതൽ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് ഗ്രൂപ്പ് ഉണ്ടായതിനു ശേഷം ഇത്രയേറെ, ഇതിനു മുമ്പും പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, പക്ഷേ അവ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾക്ക് ഇത്രയേറെ മൂല്യച്യുതി ഉണ്ടായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല, പിണറായി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. അത് ഇപ്പോഴും തിരിച്ചറിയാത്ത കുറച്ച് ആളുകൾ ഉണ്ടാവാതെ. ഞാനൊരു കാര്യം ചോദിച്ചത്, പിണറായിയുടെ മകൾക്ക് വേണ്ടി ED-യുടെ റെയ്ഡിന് തടസ്സം പിടിക്കാൻ ചെന്ന 26 സഖാക്കൾ ജയിലിൽ കിടപ്പുണ്ട്. ഇന്ന് വരെ അവരെ ഒന്ന് കാണാൻ പോകാൻ പിണറായി തയ്യാറായി. വെറുതെ അവരെ ഒന്ന് കണ്ട് ആശ്വസിപ്പിക്കാൻ. അത് പാർട്ടിക്ക് വേണ്ടി എല്ലാവരും ജയിലിൽ കിടക്കുന്നത്, അവരുടെ കുടുംബാംഗങ്ങളൊക്കെ പ്രശ്നത്തിലാണ്. കാരണം ഞങ്ങളുടെ ഭർത്താക്കന്മാർ ജയിലിൽ ഇതിനു മുമ്പും പോയിട്ടുണ്ട്, കുഴപ്പമില്ല, അതിനൊന്നും അവർക്ക് വിരോധമില്ല. പക്ഷേ AC മുറിയിൽ അന്തി ഉറങ്ങുന്ന പിണറായി വിജയന്റെ മകൾക്ക് വേണ്ടി അവർക്ക് ജയിലിൽ കിടക്കാൻ മാനസികമായി ബുദ്ധിമുട്ടുണ്ട്. അത് ഇപ്പോഴും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായ മൂല്യച്യുതിയെ മനസ്സിലാക്കാത്ത കുറച്ച് ആളുകളാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ഇത് വലിയ തിരിച്ചടിയിലേക്കാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോകുന്നത്. സഖാവ് VS-നെ പോലെ ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ്, ഞാൻ സഖാവ് മരിച്ചപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റ് അതാണ്, അവസാന കമ്മ്യൂണിസ്റ്റ് വിടവാങ്ങി. VS ആയിരുന്നു അവസാന കമ്മ്യൂണിസ്റ്റ്. അല്ലാത്ത നല്ല കമ്മ്യൂണിസ്റ്റ് മനസ്സുള്ളവരൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM വിട്ടിരിക്കുന്നു. അത് ഇനിയും ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു വിഭാഗം നേതാക്കൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതുകൊണ്ട് അത്ഭുതമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. ആ VS-നെ ജീവിച്ചിരുന്ന കാലത്ത് അപമാനിക്കാൻ കഴിയുന്ന രീതിയിലൊക്കെ അപമാനിച്ച രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPM.